ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ പ്രഥമ സൌര ദൌത്യം ആദിത്യ L1 നിശ്ചിത ഭ്രമണപഥത്തിൽ. നേട്ടത്തിൽ രാജ്യത്തിനൊപ്പം ആഹ്ലാദിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകിയതെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. കേന്ദ്ര പദ്ധതികൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സംസ്ഥാനത്തെ 7 മെഡിക്കൽ കോളേജുകളിൽ കൂടി എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ വിഭാഗം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുന്നു. അണ്ടർ 19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 257 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. ജയ്പൂരിൽ നടക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. സമ്മേളനത്തിലെ പ്രധാന സെഷനുകളിൽ ഇന്നും നാളെയുമായി അദ്ദേഹം പങ്കെടുക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ, ഭീകരവിരുദ്ധ നടപടികൾ തുടങ്ങി സുപ്രധാന വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രഥമ സൂര്യ പഠന ഉപഗ്രഹം ആദിത്യ 1 ലക്ഷ്യസ്ഥാനത്ത്. 4 മണിയോടെയാണ് ഉപഗ്രഹം ലഗ്രാഞ്ച് 1 പോയിന്റിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന ഹാലോ ഭ്രമണപഥത്തിൽ എത്തിക്കാനായത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 2 വിക്ഷേപിച്ച പേടകം 126 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് നിർദ്ദിഷ്ട ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ദൌത്യം വിജയിച്ചതോടെ 1ാം ലഗ്രാഞ്ച് പോയിന്റിൽ ഉപഗ്രഹം എത്തിക്കുന്ന 4ാമത്തെ ബഹിരാകാശ ഏജൻസിയായി ISRO. ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ അക്ഷീണമായ അർപ്പണ ബോധത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ദൌത്യ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ കഴിഞ്ഞ 10 വർഷങ്ങളിൽ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകിയതെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം കവടിയാറിൽ നടന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന ആശയത്തിൽ നിന്നാണ് PM ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത്. ചടങ്ങിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ലഭ്യമാക്കിയ വായ്പകൾ അദ്ദേഹം ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു. വികസിത് ഭാരത് സങ്കല്പ് യാത്ര സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ പറഞ്ഞു. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടറായിരുന്ന P. പരമേശ്വരന്റെ അനുസ്മരണാർത്ഥം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി S. ജയശങ്കർ പങ്കെടുക്കുന്നു. കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി നീതിയുക്തമായ ലോകക്രമം രൂപപ്പെടുത്തുന്നതിൽ ഭാരതത്തിന്റെ പങ്ക്, ഭാവിയിലേക്കുള്ള വീക്ഷണം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയാണ്. കേന്ദ്ര സഹമന്ത്രി V. മുരളീധരനും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര പദ്ധതികൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ യാത്രാ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതുവരെ പദ്ധതിയുടെ പ്രയോജനങ്ങൾ ലഭിക്കാത്തവർ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നും പദ്ധതിയുടെ ഗുണഭോക്താക്കളായവർ യാത്രയുടെ പ്രചാരകരാവണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് കിഴുവിലം, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടന്നു. കവടിയാറിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി S. ജയശങ്കർ പങ്കെടുത്തു. കോട്ടയം ജില്ലയിൽ ഉദയനാപുരം, TV പുരം ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് പര്യടനം നടന്നു. എറണാകുളം ജില്ലയിൽ കീഴ്മാട്, ചൂർണിക്കര പഞ്ചായത്തുകളിൽ യാത്ര എത്തിച്ചേർന്നു. കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ബീച്ചിലും കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിലും എടച്ചേരി, നരിപ്പറ്റ പഞ്ചായത്തുകളിലും തൃശൂർ ജില്ലയിൽ മാള ബ്ലോക്കിലെ പൊയ്യ ഗ്രാമപഞ്ചായത്തിലുമാണ് ഇന്ന് യാത്ര എത്തിച്ചേർന്നത്. കണ്ണൂർ ജില്ലാ പര്യടനം പള്ളിക്കുന്ന്, മഞ്ചപ്പാലം, തോട്ടുമ്മൽ, കതിരൂർ പഞ്ചായത്തുകളിലും നടന്നു. ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടന്നു. വികസിത് ഭാരത് സങ്കല്പ് യാത്ര പത്തനംതിട്ട ജില്ലയിൽ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും വിജയകരമായി പര്യടനം പൂർത്തിയാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. വികസിത് ഭാരത് സങ്കല്പ് യാത്ര പത്തനംതിട്ട ജില്ലയിലെ 53 ഗ്രാമപഞ്ചായത്തുകളിലും വിജയകരമായി പര്യടനം പൂർത്തിയാക്കി. 27 ദിവസങ്ങളായാണ് യാത്ര ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലുമായി പര്യടനം പൂർത്തിയാക്കിയത്. പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ പര്യടനത്തിലൂടെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്നതിനും വിവിധ പദ്ധതി ഉപഭോക്താക്കൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെട്ടത് എങ്ങനെയെന്ന് വിശദീകരിക്കാനും കർഷകർക്ക് ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഈ പരിപാടി സഹായകരമായി. സംസ്ഥാനത്തെ 7 മെഡിക്കൽ കോളേജുകളിൽ കൂടി എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ വിഭാഗം ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കൊല്ലം, കോന്നി, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, മഞ്ചേരി എന്നിവിടങ്ങളിലാണ് എമർജൻസി മെഡിസിൻ വിഭാഗം പുതുതായി ആരംഭിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും എമർജൻസി വിഭാഗം നിലവിൽ വരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുന്നു. 587 പോയിന്റുമായി കണ്ണൂർ ഒന്നാം സ്ഥാനത്താണ്. 572 പോയിന്റ് വീതം നേടി കോഴിക്കോട് രണ്ടാം സ്ഥാനത്തും തൊട്ടുപിന്നിൽ 570 പോയിന്റുമായി പാലക്കാടുമുണ്ട്. ആതിഥേയരായ കൊല്ലത്തിന് ഇതുവരെ 553 പോയിന്റാണ് നേടാനായത്. അതേസമയം സ്കൂളുകളിൽ 141 പോയിന്റുമായി പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാമത്. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിന്റെ 43-ാം വാർഷികം പൈതൃകം 2024 നടത്തിയ പുരാവസ്തു പ്രദർശനം ശ്രദ്ധേയമായി. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ. നൂറ്റാണ്ടുകളുടെ ചരിത്ര സ്മൃതികൾ ഉണർത്തുന്ന സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, ആയുധങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, മറ്റ് ഇതര പുരാവസ്തുക്കൾ എന്നിവയുടെ വിപുലമായ ശേഖരങ്ങൾ പ്രദർശനത്തിലുണ്ടായിരുന്നു. BC 600 മുതൽ രാജ്യത്ത് നിലവിലിരുന്ന നാണയങ്ങൾ, അവയുടെ ചരിത്രം, ലോകരാജ്യങ്ങളിലെ വിവിധ കറൻസികൾ എന്നിവ ഏറെ കൗതുകമുണർത്തി. ഓലരാമായണം, ആനകളുടെ മാത്രം ചിത്രമുള്ള കവറുകൾ, 1 കിലോ തൂക്കമുള്ള വെള്ളി നാണയം, തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ചിഹ്നം, വിവിധ കാലഘട്ടങ്ങളിലെ ചെമ്പ്, ഓട്, തടി എന്നിവ കൊണ്ടുള്ള പാത്രങ്ങൾ, പെട്ടികൾ, ഗൃഹോപകരണങ്ങൾ, റേഡിയോ, ഗ്രാമഫോൺ, ത്രാസ്, ലാമ്പുകൾ തുടങ്ങിയ എല്ലാ പ്രദർശന വസ്തുക്കളിലും അവയുടെ നിർമ്മാണ കാലഘട്ടങ്ങൾ, ചരിത്രപരമായ പ്രാധാന്യം എന്നിവ രേഖപ്പെടുത്തിയിരുന്നത് കാഴ്ചക്കാർക്ക് പ്രയോജനകരമായി. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്നും, എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ലക്ഷദ്വീപിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അണ്ടർ-19 പുരുഷ ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 257 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. പരമ്പരയിലെ ഇതുവരെയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ച ഇന്ത്യ പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ്. അറബിക് വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മന്ത്രി V ശിവൻകുട്ടി. കൊല്ലം കടപ്പാക്കടയിൽ അറബിക് കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അറബിക് ഭാഷാ സെമിനാറും പണ്ഡിത സമാദരണവും നടന്നു. ഗൾഫ് മേഖലയിലെ തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും വിധം അറബിക് ഭാഷാ പഠനം പരിഷ്കരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ശാരീരികവും മാനസികവുമായ വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾക്ക് പുനരധിവാസ ചികിത്സ ലഭ്യമാക്കുന്ന സ്ഥാപനമായ നിപ്മറിലെ ഒക്യുപേഷണൽ തെറാപ്പി ബിരുദ പ്രോഗ്രാമിന് ഓൾ ഇന്ത്യ ഒക്യുപേഷണൽ തെറാപ്പി അസോസിയേഷൻ അക്രഡിറ്റേഷൻ ലഭിച്ചതായി സാമൂഹ്യനീതി മന്ത്രി R ബിന്ദു അറിയിച്ചു. സംസ്ഥാനത്തെ ഒരു സ്ഥാപനം നടത്തുന്ന ബാച്ചിലർ ഓഫ് ഒക്യുപേഷണൽ തെറാപ്പി കോഴ്സിന് ആദ്യമായാണ് AIOTA അംഗീകാരം ലഭിക്കുന്നത്. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നട തുറപ്പ് മഹോത്സവം ഇന്ന് രാത്രി 8 മണിയോടെ സമാപിക്കും. വർഷത്തിൽ 12 ദിവസം മാത്രം തുറക്കുന്ന നട കഴിഞ്ഞ മാസം 26-നാണ് തുറന്നത്. ശബരിമലയിൽ മകരവിളക്കുത്സവത്തിന് തിരക്കേറിയതോടെ വിപുലമായ ക്രമീകരണങ്ങളുമായി KSRTC. നിലവിലെ സർവീസുകൾക്ക് പുറമെ 10 ചെയിൻ സർവീസുകളും 16 ദീർഘദൂര സർവീസുകളും വർദ്ധിപ്പിച്ചു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡനത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയ കേസിലെ പെൺകുട്ടിയുടെ പിതാവിനും മുത്തച്ഛനും നേരെ കുറ്റാരോപിതന്റെ ബന്ധുവിന്റെ ആക്രമണം. പരിക്കേറ്റ ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിയെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ അച്ഛനെ പ്രതിയുടെ ബന്ധുക്കൾ ആക്രമിച്ച സംഭവം കേരളത്തിലെ ക്രമസമാധാന നില തകർന്നതിന് ഉദാഹരണമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഇരയായി കൊല്ലപ്പെട്ട കുട്ടിക്ക് നീതി കിട്ടിയില്ല. ഇരയെ പിന്നെയും വേട്ടയാടുന്ന സ്ഥലമായി നമ്മുടെ സംസ്ഥാനം മാറിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യം ആദിത്യ L1 നിശ്ചിത ഭ്രമണപഥത്തിൽ. നേട്ടത്തിൽ രാജ്യത്തിനൊപ്പം ആഹ്ലാദിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകിയതെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കേന്ദ്ര പദ്ധതികൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സംസ്ഥാനത്തെ 7 മെഡിക്കൽ കോളേജുകളിൽ കൂടി എമർജൻസി മെഡിസിൻ ആൻഡ് ട്രോമ കെയർ വിഭാഗം ആരംഭിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല മുന്നേറ്റം തുടരുന്നു. അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 257 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.